ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി പൽപു, ഓപ്ഷൻ ഡി ശിവയോഗി എന്നിവയായിരുന്നു. ശരിയുത്തരം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. നമസ്കാരം. PSC സ്കോറിന്റെ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് ഗൈഡിന്റെ മുൻകാല ചോദ്യകടലാസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും ചേർത്തുകൊണ്ടുള്ള LGS PYQ മാരത്തോൺ എന്നൊരു സീരീസാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്, പാർട്ട് 1. കേരള PSC നടത്തിയ 107/2025 എന്ന ചോദ്യകടലാസിലെ ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യവും ഉത്തരവും അനുബന്ധ വസ്തുതകളും ചേർത്ത ഒരു ക്ലാസ്സാണിത്. നിങ്ങളുടെ സമയത്തിന് വിലമതിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഈ ക്ലാസ്സിൽ ഇത് കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്കും ഒരു പേനയും കയ്യിൽ കരുതുന്നത്, അല്ലെങ്കിൽ ഒരു കടലാസും ഒരു പേനയും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കറിയില്ലാത്ത വസ്തുതകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറിച്ചെടുത്ത് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ആത്മവിദ്യാ സംഘം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ 1885 ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 1939. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 മരണപ്പെട്ടത് 1939 കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. 1885 1939. ഇവിടെ രണ്ട് വസ്തുതകൾ അനുബന്ധമായി പഠിക്കാനുള്ളത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടപ്പോഴാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1939 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. 1939 മുതൽ 1945 വരെയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം. അപ്പോൾ വാഗ്ഭടാനന്ദന്റെ ജനനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരംഭവും ഒരേ വർഷമാണ്. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന അവസരത്തിലാണ് വാഗ്ഭടാനന്ദൻ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. വാഗ്ഭടാനന്ദൻ എന്നുള്ളതിന്റെ വ എന്ന അക്ഷരത്തിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആരംഭിക്കുന്നത്, വയലേരി. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന യഥാർത്ഥ പേരും ബാല്യകാല പേര് കുഞ്ഞിക്കണ്ണൻ എന്നുമാണ്. വാഗ്ഭടാനന്ദന്റെ ബാല്യകാല പേര് കുഞ്ഞിക്കണ്ണൻ, യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ, ബാല്യകാല പേര് കുഞ്ഞിക്കണ്ണൻ. ഇദ്ദേഹം ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വർഷം 1917. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത്. നമ്മുടെ ചോദ്യവും അതായിരുന്നു, ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് ആര് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത്. ചില പുസ്തകങ്ങളിൽ 1920 എന്നും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. 1917 അദ്ദേഹം ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത്. ഇവിടെ 1917 കേൾക്കുമ്പോൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി പറയാം. 1917 റഷ്യൻ വിപ്ലവം നടന്നത്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. റഷ്യൻ വിപ്ലവം 1917 നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ജനിച്ചത് 1917 നവംബർ 19. റഷ്യൻ വിപ്ലവം നടന്നത് 1917. ഇന്ദിരാഗാന്ധി ജനിച്ചത് 1917. റഷ്യൻ വിപ്ലവം, ഇന്ദിരാഗാന്ധിയുടെ ജനനം, ഈ രണ്ട് സംഭവങ്ങളും 1917. ഈ വാഗ്ഭടാനന്ദന് ആ പേര് നൽകിയത് ശിവയോഗിയാണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദന് ആ പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ബാല്യകാല പേര് കുഞ്ഞിക്കണ്ണൻ എന്നും യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണനുമാണ്. ഈ വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1917 രൂപീകരിച്ച ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം, ആ മുഖപത്രത്തിന്റെ പേരാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം എന്നുള്ളതാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് 1885 ജനിച്ച് 1939 മരണപ്പെട്ടു. ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമമാണ്. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ, ബാല്യകാല പേര് കുഞ്ഞിക്കണ്ണൻ. ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് 1917. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം. ഇദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇദ്ദേഹം ആഹ്വാനം ചെയ്ത ഒരു രണ്ട് വരി വാചകങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് പറഞ്ഞത്.
ആത്മവിദ്യാ സംഘം 1917 ആരംഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. ഇദ്ദേഹം കോഴിക്കോട് കാരപ്പറമ്പിൽ ഒരു സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചു. അതിന്റെ പേര് തത്വപ്രകാശിക എന്നാണ്. ആത്മവിദ്യാ സംഘം 1917, അതിന്റെ മുഖപത്രം അഭിനവ കേരളം, അതിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ. കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. കൂടാതെ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ ഒരു കർഷക സംഘടന ഇദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ ഇദ്ദേഹം ഒരു കർഷക സംഘടന സ്ഥാപിച്ചു. ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറി. ഇദ്ദേഹം രൂപീകരിച്ച ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന സംഘടനയാണ് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറിയത്. ഇദ്ദേഹം ആരംഭിച്ച മാസികകൾ ഒന്ന് ആത്മവിദ്യ കാഹളം, മറ്റൊന്ന് ശിവയോഗ വിലാസം. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകൾ 2 മാസികകളാണ്. ഒന്ന് ആത്മവിദ്യ കാഹളം, മറ്റൊന്ന് ശിവയോഗ വിലാസം. ശിവയോഗ വിലാസം എന്ന് കേൾക്കുമ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് എഴുതരുത്. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. അത് ഓർക്കാനുള്ളത്, ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വ്യക്തി തന്നെ രൂപം നൽകിയ ഒരു മാസികയാണ് ആത്മവിദ്യ കാഹളം. മറ്റൊന്ന് ശിവയോഗ വിലാസം. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് പേര് നൽകിയത് എന്നും പഠിച്ചു. വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആ ശിവയോഗിയിൽ നിന്നും കണക്ട് ചെയ്ത് ശിവയോഗ വിലാസം. ഈ 2 മാസികകളും ഇദ്ദേഹത്തിൻ്റെതാണ്, വാഗ്ഭടാനന്ദൻ്റെതാണ്. ഇദ്ദേഹം രചിച്ച കൃതികളാണ് ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല, പ്രാർത്ഥനാ മഞ്ജരി, അധ്യാത്മ യുദ്ധം എന്നിവ. വാഗ്ഭടാനന്ദൻ രചിച്ച കൃതികളാണ് ഒന്ന് ആത്മവിദ്യ, അടുത്തത് ആത്മവിദ്യ ലേഖമാല, പ്രാർത്ഥനാ മഞ്ജരി, അധ്യാത്മ യുദ്ധം എന്നിവ. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വാഗ്ഭടാനന്ദനാണ്. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. ഇവിടെ ഓർക്കേണ്ടത്, ഇദ്ദേഹത്തിന്റെ ഈ പ്രധാനപ്പെട്ട 4 കൃതികൾ, എല്ലാ കൃതികളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത്. ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല, പ്രാർത്ഥനാ മഞ്ജരി, അധ്യാത്മയുദ്ധം എന്നീ കൃതികൾ ഇദ്ദേഹം രചിച്ചതാണ്. നമ്മുടെ ചോദ്യത്തിലെ മറ്റൊരു ഓപ്ഷൻ ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതായിരുന്നു. ചട്ടമ്പി സ്വാമികൾ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചതാരെന്നായിരുന്നു ചോദ്യം. ഉത്തരം വാഗ്ഭടാനന്ദൻ. അതിന്റെ അനുബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് മറ്റൊരു ഓപ്ഷൻ ചട്ടമ്പി സ്വാമികളായിരുന്നു. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 വളരെ കുറച്ച് വിവരങ്ങളാണ് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25-ന്. അദ്ദേഹം സമാധിയായത് 1924 മെയ് 5-നാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. 1853 ഓഗസ്റ്റ് 25-ന് ജനിക്കുകയും 1924 മെയ് 5-ന് സമാധിയാകുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജനനവും മരണവും ഓർക്കുക. 1853 ഓഗസ്റ്റ് 25-ന് ജനിക്കുന്നു. 1924 മെയ് 5-ന് സമാധിയാകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ പേര് അയ്യപ്പൻ. ഇദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ഒരു പേരുകൂടി ഉണ്ടായിരുന്നു. അത് കുഞ്ഞൻപിള്ള എന്നായിരുന്നു. യഥാർത്ഥ പേര് അയ്യപ്പൻ, ബാല്യകാല പേര് കുഞ്ഞൻപിള്ള. വിവിധ വിശേഷണങ്ങളിൽ ഇദ്ദേഹം അറിയപ്പെടുന്നുള്ളൂ. ഒന്ന് ഷൺമുഖദാസൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ചട്ടമ്പി സ്വാമി ഷൺമുഖദാസൻ എന്നും സർവ്വവിദ്യാധിരാജ എന്നും ശ്രീ ഭട്ടാരകൻ എന്നും ശ്രീ ബാലഭട്ടാരകൻ എന്നും ഈ പേരുകളിലെല്ലാം ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഷൺമുഖദാസൻ, സർവ്വവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിൽ ചട്ടമ്പി സ്വാമി അറിയപ്പെട്ടിരുന്നു. കൂടാതെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. കാഷായം ധരിക്കാത്ത സന്യാസി എന്നും കാവിയും
കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നും അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമി. അപ്പോൾ ഏതെല്ലാം പേരുകളിൽ അറിയപ്പെട്ടു എന്ന് വളരെ പെട്ടെന്നൊന്ന് ഓർത്തു വെച്ചോളൂ. ഷൺമുഖദാസൻ എന്നറിയപ്പെട്ടിരുന്നു, സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്നു, ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെട്ടിരുന്നു, ശ്രീ ബാലഭട്ടാരകൻ എന്നറിയപ്പെട്ടിരുന്നു, കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടിരുന്നു, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ഇങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പിസ്വാമിയാണ്. ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ശ്രദ്ധിക്കുക, ഈ കണ്ടുമുട്ടലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882. ഈ വർഷം അങ്ങ് കാണാതെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ വഴിയുള്ളൂ. 1882. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 സമാധിയായത് 1924 മെയ് 5 നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് പഠിക്കൂ 1882. നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നാരായണ ഗുരുവിനെ കണ്ടുമുട്ടി കൃത്യം 10 വർഷം കഴിഞ്ഞപ്പോഴാണ് വിവേകാനന്ദനെ കണ്ടുമുട്ടിയത്, 1892. ചട്ടമ്പിസ്വാമി നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892. അതായത് വിവേകാനന്ദൻ കേരളത്തിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 1892. തൊട്ടടുത്ത വർഷമാണ് വിവേകാനന്ദൻ ചിക്കാഗോയിൽ സംസാരിച്ചത്, 1893. നാരായണ ഗുരുവിനെ ചട്ടമ്പിസ്വാമി കണ്ടുമുട്ടിയത് 1882. 10 വർഷം കഴിഞ്ഞ് 1892 ചട്ടമ്പിസ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി. വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ പ്രസംഗം നടത്തിയത് അതിനടുത്ത വർഷമായ 1893. ആ 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര സംഘടിപ്പിച്ചത്. ജ്ഞാനോദയം ലഭിച്ചത് ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരമാണ്. നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 82, വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 92. വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയതിന് ശേഷം അഭിപ്രായപ്പെട്ടത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമിയെ കണ്ടുമുട്ടിയതിനെ പറ്റി അഭിപ്രായപ്പെട്ടത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു ബോധേശ്വരൻ. ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ. ചട്ടമ്പി സ്വാമിയുടെ സമാധിയും സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സമാധിയും ചട്ടമ്പി സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രമാണ്. ശ്രീ ബാലഭട്ടാരകൻ എന്നറിയപ്പെട്ടിരുന്നതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പിന്നീട് ചട്ടമ്പി എന്നത് പേരായിട്ട് മാറുകയായിരുന്നു. രാമൻപിള്ള ആശാന്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ചട്ടമ്പി സ്വാമി പഠിച്ചിരുന്നു. ലീഡർ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ ചട്ടമ്പി എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ചട്ടമ്പി എന്നത് ഒരു പേരായിട്ട് മാറുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാം. ഇദ്ദേഹത്തിന്റെ കൃതികൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നതാണ്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓരോ വരികളിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. ആദ്യത്തെ ഒരു വരിയിൽ ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ഈ 3 കൃതികളും നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ പഠിക്കേണ്ടതാണ്. ഓരോന്നോരോന്നായിട്ട് പഠിക്കാതെ ഒരു 3 എണ്ണം ഒരു ബാച്ചായിട്ടാണ് പഠിക്കുന്നത്, സൗകര്യമായിരിക്കും. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം അല്ലെങ്കിൽ ക്രിസ്തുമത നിരൂപണം എന്നും പറയും. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം എല്ലാം ഒരു പഴക്കം ചെന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആദിഭാഷ എന്ന് പറഞ്ഞാൽ പഴയ ഭാഷ എന്ന അർത്ഥത്തിലാണ്. പ്രാചീന മലയാളം വളരെ പഴയ മലയാളം. ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞാലും വളരെ പഴക്കം, ചരിത്രപരമായ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, ഇത് 3ഉം നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ പഠിക്കുന്നു. അടുത്ത വരിയിൽ അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, ആ 2 കൃതികൾ അദ്വൈത എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കൃതികളാണ്. അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി. എന്നാൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ശങ്കരാചാര്യർ എന്നതാണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. അവിടെ നിൽക്കട്ടെ. ഈ കൃതികൾ നോക്കുക. അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, ഇത് 2ഉം ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 കൃതികൾ നിങ്ങൾ നിലവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആദിഭാഷ, പ്രാചീന മലയാളം, ക്രിസ്തുമത ഛേദനം, അദ്വൈത പഞ്ചരം, അദ്വൈത ചിന്താ പദ്ധതി, 5 കൃതികൾ. അടുത്ത വരിയിൽ നോക്കൂ. ഷൺമത നിരൂപണം, വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, 4 കൃതികളാണ് ഒരുമിച്ച് പഠിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും അവസാനം നിരൂപണം എന്ന പദമുണ്ട്. അതുകൊണ്ട് നിരൂപണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമി എന്ന് ശരിയാക്കാം എന്ന് ധരിക്കരുത്. കാരണം പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതി എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്.
പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതി രചിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇവിടെ പറയുന്നത് 4 നിരൂപണം: ഷണ്മത നിരൂപണം, വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമിയെ വിളിക്കുന്നത് ഷൺമുഖദാസൻ എന്നാണ്. ഷൺമുഖദാസൻ എഴുതിയത് ഷണ്മത നിരൂപണം. ഷൺമുഖദാസൻ എഴുതിയത് ഷണ്മത നിരൂപണം. അടുത്ത കൃതി നോക്കൂ. അദ്ദേഹത്തെ വിദ്യാധിരാജൻ എന്ന് വിളിക്കുന്നുണ്ട്. വിദ്യാധിരാജൻ എഴുതിയത് വേദാധികാര നിരൂപണം. ഷൺമുഖദാസൻ എഴുതിയത് ഷണ്മത നിരൂപണം, വിദ്യാധിരാജൻ എഴുതിയത് വേദാധികാര നിരൂപണം. അടുത്തത് ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ഈ ജീവനും പുനർജന്മവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 2 വസ്തുതകളാണ്. ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. നെക്സ്റ്റ് മോക്ഷപ്രദീപ ഖണ്ഡനം, ശ്രീചക്ര പൂജാകൽപ്പം, സ്തവരത്നാവലി, വേദാന്ത സാരം. ഇത്രയും കൃതികൾ. മോക്ഷപ്രദീപ ഖണ്ഡനം എന്നുള്ള കൃതി ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിലെ വസ്തുതകളെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എഴുതിയത്. മോക്ഷപ്രദീപത്തിലെ വസ്തുതകൾ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ചത് മോക്ഷപ്രദീപ ഖണ്ഡനം. നെക്സ്റ്റ് ശ്രീചക്ര പൂജാകൽപ്പം, സ്തവരത്നാവലി. ശ്രീചക്ര പൂജാകൽപ്പം, സ്തവരത്നാവലി. ഒടുവിലത്തെ വേദാന്ത സാരം. വേദാന്ത സാരം. ഈ കൃതികളെല്ലാം ചട്ടമ്പിസ്വാമി രചിച്ചതാണ്. ഈ കൃതികളെല്ലാം വളരെ പ്രധാനപ്പെട്ടവയുമാണ്. നമ്മുടെ ചോദ്യത്തിലെ മറ്റൊരു ഓപ്ഷനായിരുന്നു ഡോക്ടർ പൽപ്പു എന്നുള്ളത്. ഡോക്ടർ പൽപ്പു 1863 നവംബർ 2-നാണ് ജനിച്ചത്. 1863 നവംബർ 2-ന് ജനിക്കുന്നു. പൽപ്പു മരിച്ചത് 1950 ജനുവരി 25-നാണ്. പൽപ്പുവിൻ്റെ മരണം 1950 ജനുവരി 25-നാണ്. അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം മരണപ്പെട്ട പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു ആണ്. 1863 നവംബർ 2-ന് ജനിക്കുന്നു. 1950 ജനുവരി 25-ന് പൽപ്പു മരണപ്പെടുന്നു. 1863-ലാണ് അയ്യങ്കാളിയും വിവേകാനന്ദനും ജനിച്ചത്. അയ്യങ്കാളിയും പൽപ്പുവും വിവേകാനന്ദനും ജനിച്ചത് 1863-ലാണ്. അയ്യങ്കാളിയും പൽപ്പുവും വിവേകാനന്ദനും ജനിച്ചത് 1863-ലാണ്. പൽപ്പു ജനിച്ചത് നവംബർ 2, മരണം 1950 ജനുവരി 25. പൽപ്പുവിൻ്റെ ബാല്യകാല പേര് കുട്ടിയപ്പി എന്നായിരുന്നു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പൽപ്പുവാണ്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി. അതോടൊപ്പം 1891 ബാരിസ്റ്റർ ജി പി പിള്ള നേതൃത്വം നൽകിയ മലയാളി മെമ്മോറിയലിൽ 3ാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകൂറിലെ സർക്കാർ സർവീസിൽ തിരുവിതാംകൂറുകാർക്ക് പ്രാധാന്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 10,028 പേർ ഒപ്പുവെച്ച നിവേദനം അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഈ പ്രക്ഷോഭത്തെ വിളിക്കുന്ന പേരാണ് മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയൽ 1891-ലായിരുന്നു. 1891-ൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. 10,028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. അതിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ്. 3ാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഈ പൽപ്പുവാണ് SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവാണ്. ബാല്യകാല പേര് കുട്ടിയപ്പി. പൽപ്പു ജനിച്ച സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയാണ്. പേട്ട പൽപ്പു എന്നോർത്താൽ പോലും ആ പൽപ്പുവിൻ്റെ ജന്മസ്ഥലം ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. പൽപ്പുവിൻ്റെ ജന്മസ്ഥലം പേട്ടയാണ്. 1891-ലെ മലയാളി മെമ്മോറിയലിൽ 3ാമത് ഒപ്പുവെച്ചതാണെന്നും കൂടി ഓർമ്മിക്കുക. അദ്ദേഹം 1896-ലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. ആര്? ഡോക്ടർ പൽപ്പു. 1896-ലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകി. അതായത് 13,176 പേർ ഒപ്പുവെച്ച നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. 13,176 പേർ ഒപ്പുവെച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. അതായത് ഈ ശ്രീമൂലം തിരുനാൾ ഭരണം നടത്തിയ കാലയളവ് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട ആ ഒരു വർഷം മുതൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആരംഭകാലം വരെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. എന്ന് പറഞ്ഞാൽ 1885 മുതൽ 1924 വരെ 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഒക്കെ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയൽ 1891-ആണ്. ഈഴവ മെമ്മോറിയൽ 1896-ആണ്. ഈഴവ മെമ്മോറിയലിൻ്റെ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. 1900-ൽ 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. 1900-ൽ 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. പിന്നെ ഈ ഡോക്ടർ പൽപ്പു
മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ തിരുവിതാംകോട്ടൈ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. ഡോക്ടർ പൽപു മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ തിരുവിതാംകോട്ടൈ തീയൻ എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഡോക്ടർ പൽപുവിനെ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിക്കുകയുണ്ടായി. ഡോക്ടർ പൽപുവിനെയാണ് ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കുന്നത്. പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. പൽപുവിനെ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. പൽപുവിന്റെ മകനാണ് നടരാജഗുരു. പൽപുവിന്റെ മകനാണ് നടരാജഗുരു. ഈ നടരാജഗുരുവാണ് 1925 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. 1925 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരുവാണ്. പൽപു ജനിച്ച സ്ഥലം പേട്ടയാണ്. പേട്ടപ്പൽപു. പൽപുവിന്റെ ജന്മസ്ഥലം പേട്ടയാണ്. പൽപുവിനെ ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവെന്ന് അദ്ദേഹത്തെ വിളിച്ചത് റിട്ടി ലൂക്കോസ്. അദ്ദേഹത്തിന്റെ മകനാണ് നടരാജഗുരു. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ട്രീറ്റ്മെന്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ എന്നുള്ളത്. പൽപു രചിച്ച ഒരു കൃതിയാണ് ട്രീറ്റ്മെന്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. നമ്മുടെ ചോദ്യത്തിലെ മറ്റൊരു ഓപ്ഷൻ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നുള്ളതായിരുന്നു. ശിവയോഗി ജനിച്ചത് 1852 മരണപ്പെട്ടത് 1929 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852 മരിച്ചത് 1929 അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് അറിയപ്പെട്ടത് ഗോവിന്ദൻ കുട്ടി എന്ന പേരിലായിരുന്നു. അപ്പൊ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിരുന്നു. വാഗ്ഭടാനന്ദൻ ആ പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നും പഠിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ. കുട്ടിക്കാലത്ത് അറിയപ്പെട്ടത് ഗോവിന്ദൻ കുട്ടി എന്നാണ്. ഇദ്ദേഹത്തിനെ നിരീശ്വരവാദികളുടെ ഗുരു എന്നും ആലത്തൂർ സ്വാമികളെന്നും പുരുഷ സിംഹം ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. പുരുഷ സിംഹം എന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയെ വിശേഷിപ്പിക്കുന്നു. ഇദ്ദേഹം 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗി 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. നേരത്തെ പറഞ്ഞു വാഗ്ഭടാനന്ദൻ 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭ ആനന്ദ മഹാസഭ ആ വാക്കുകൾക്കുള്ളിൽ തന്നെ പ്രസ്ഥാനത്തിന്റെ പേര് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉണ്ട് ആനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ഇദ്ദേഹം ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിക്കുകയുണ്ടായി. ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതമാണ് ആനന്ദ മതം. അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു മതമേ ഉള്ളൂ, അത് ആനന്ദ മതമാണ് എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം സ്ഥാപിച്ച മതത്തിന്റെ പേരാണ് ആനന്ദ മതം. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവും ഇദ്ദേഹമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ആനന്ദ മതം. ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പറഞ്ഞത് മനസ്സാണ് ദൈവം. ആത്മാവാണ് ദൈവം എന്ന് പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയും ആത്മാവാണ് ദൈവം എന്ന് പറഞ്ഞത് വാഗ്ഭടാനന്ദനുമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ. അതുകൊണ്ടാണ് അദ്ദേഹം ആ പേര് നൽകിയത്. തൻ്റെ ശിഷ്യന് പേര് നൽകിയത് ഗുരുവാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന് ആ പേര് നൽകിയത് ശിവയോഗിയാണ്. ശിവയോഗി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാരഗ്രാഹി. ശിവയോഗി സാരഗ്രാഹി, യോഗി ഗ്രാഹി, ശിവയോഗി സാരഗ്രാഹി. അപ്പൊ സാരഗ്രാഹി പുറത്തിറക്കിയതാരെന്ന് ചോദിച്ചാൽ സാരഗ്രാഹി, ശിവയോഗി സാരഗ്രാഹി, ഇങ്ങനെ ഓർക്കണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു പ്രസിദ്ധീകരണം സാരഗ്രാഹി. സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശിവയോഗി എഴുതിയ ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാ പോഷിണി. ആ കൃതിയിൽ തന്നെ ഉണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം രചിച്ചതാണ് സ്ത്രീ വിദ്യാ പോഷിണി. വളരെ എളുപ്പമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കാൻ വേണ്ടി എഴുതിയ കൃതിയാണ്, ലഘു കാവ്യമാണ് സ്ത്രീ വിദ്യാ പോഷിണി. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധം രചിച്ചതും ഇദ്ദേഹമാണ്. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം എഴുതിയതാണ് മോക്ഷപ്രദീപം എന്ന കൃതി.
അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ചതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ നിരൂപണ വിതാരണം എന്ന ദീർഘപ്രബന്ധം രചിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ദർശനമാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്. വേറെ സ്വർഗ നരകങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തിനെ ആനന്ദ ദർശനം എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ്. ഇതല്ലാതെ മറ്റ് സ്വർഗ നരകങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് അദ്ദേഹത്തിന്റെ ആനന്ദ ദർശനത്തിൽ പറയുന്നതാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പറയുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം കൃതികളെല്ലാം തന്നെ ആനന്ദ എന്ന പദത്തിൽ ആരംഭിക്കുന്നതാണ്. ആനന്ദ ദർശനം, ആനന്ദ ഗുരുഗീത, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി, ആനന്ദ ഗണം, ആനന്ദ സൂത്രം. എല്ലാം ആനന്ദയിൽ ആരംഭിക്കുന്നു എന്ന് കരുതി ആനന്ദ എന്ന് പറയുന്ന ഏത് പുസ്തകം ചോദിച്ചാലും ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് എഴുതാൻ പറ്റില്ല. ആനന്ദ എന്ന പേരിൽ മറ്റുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടാവാം. എന്തായാലും ആനന്ദ ദർശനം, ആനന്ദ ഗുരുഗീത, ആനന്ദ വിമാനം, ആനന്ദ കുമ്മി, ആനന്ദ ഗണം, ആനന്ദ സൂത്രം. പ്രധാനപ്പെട്ടത് മോക്ഷപ്രദീപം. ആ മോക്ഷപ്രദീപം ഇദ്ദേഹം എഴുതിയപ്പോൾ അതിനകത്തുള്ള വസ്തുതകളെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമി എഴുതിയതാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഇനി ഇദ്ദേഹം ആ നിരീശ്വരവാദികളുടെ ഗുരു എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു. നിരീശ്വരവാദികളുടെ ഗുരു. വിഗ്രഹാരാധനയൊക്കെ ഇദ്ദേഹം എതിർത്തിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിഗ്രഹ ആരാധനയെ ഖണ്ഡിച്ചിരുന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് വിഗ്രഹ ആരാധനാ ഖണ്ഡനം. വിഗ്രഹ ആരാധനാ ഖണ്ഡനം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീകളുടെ വിദ്യാഭ്യാസം പോഷിപ്പിക്കാൻ വേണ്ടി രചിച്ചത് സ്ത്രീ വിദ്യ പോഷിണി. അപ്പോൾ ആനന്ദ കുമ്മി എഴുതിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാതിക്കുമ്മിയും തിരുനാൾ കുമ്മിയും രണ്ട് പുസ്തകങ്ങളാണ്. ജാതിക്കുമ്മിയും തിരുനാൾ കുമ്മിയും രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതിക്കുമ്മിയും തിരുനാൾ കുമ്മിയും രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത്. അടുത്ത മറ്റൊരു ചോദ്യവും അനുബന്ധ വസ്തുതകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.